Hail, thou that art highly favored. The Lord is with thee. Blessed art thou among women. Fear not, Mary, for thou hast found favor with God. And behold, thou shalt conceive and bring forth a son, and thou shalt call his name Jesus. How shall this be, seeing that I know not a man? The Holy Ghost shall come upon thee, and the power of the Highest shall overshadow thee. Therefore also that holy child which shall be born of thee shall be called the Son of God. For with God nothing is impossible. Behold, the handmaid of the Lord. നന്ദിതൻ ബലിയായി തെളിയുന്ന തിരിയായി തീർന്നിടാൻ ആശയോടണയും നിതാ. നന്ദിതൻ ബലിയായി തെളിയുന്ന തിരിയായി തീർന്നിടാൻ ആശയോടണയും നിതാ. തിരുസുതനോടൊപ്പം ഒരു ബലിയായി തീരാം, നവജീവൻ നേടാം, പുതുമലരായി വിരിയാം. തിരുസുതനോടൊപ്പം ഒരു ബലിയായി തീരാം. ഈശോമിശിഹായിൽ സ്നേഹബഹുമാനപ്പെട്ട മടക്ക് കുഴിയച്ച, സ്റ്റീഫനച്ച, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സെൻറ്റ് മേരീസ് സിറോ മലബാർ ഇടവകയുടെ ആദ്യത്തെ തിരുനാൾ ആണെന്ന് എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. സർവ്വാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. By the might of your arm they were frozen like stone, while your people, O Lord, passed over, while the people you made your own passed over. And you brought them in and planted them on the mountain of your inheritance, the place where you made your seat, O Lord, the sanctuary, O Lord, which your hands established. While they were looking intently at the sky as he was going, suddenly 2 men dressed in white garments stood beside them. They said, "Men of Galilee, why are you standing there looking at the sky? This Jesus who has been taken up from you into heaven will return in the same way as you have seen him going into heaven." നിങ്ങൾ നന്മയിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരുമായിരിക്കണം.
എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. നമ്മുടെ കർത്താവായ ഈശോയുടെ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഗബ്രിയേൽ ദൂതൻ ഗലീലിയായിൽ നസ്രത്ത് എന്നു പേരുള്ള പട്ടണത്തിൽ ദാവീദിൻ്റെ കുടുംബത്തിൽപ്പെട്ട യൗസഫ് എന്നു പേരുള്ള പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ആ കന്യകയുടെ പേര് മറിയമെന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനത്തിൽ അവൾ അതീവ അസ്വസ്ഥയായി ഏതുതരം അഭിവാദനമായിരിക്കും ഇത് എന്നവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, ഭയപ്പെടേണ്ട, എന്തെന്നാൽ നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. മനസ്സിലാക്കാൻ കഴിയാത്ത ജീവിതത്തിന്റെ ആത്മീയ രഹസ്യങ്ങളെ മനസ്സിലിട്ട് ധ്യാനിച്ചാൽ മറുപടി ഉന്നതങ്ങളിൽ നിന്ന് വരും. ഇതാണ് മറിയം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വെച്ചത്, മറിയം ഒരു വ്യക്തിയല്ല, മനസ്സാണ്. രണ്ടാമതൊന്നുകൂടി ചിന്തിക്കാം. മറിയം ഒരു മനസ്സു മാത്രമല്ല, ഒരു ഹൃദയമാ. പ്രാണനാഥൻ നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാം എൻ ജീവനും സ്നേഹഭൂമി വാവായും യേശുനാഥ, വാവായൻ യേശുനാഥ, വാവായൻ ഹൃദയം തേടിടും സ്നേഹമേ, വാവായൻ യേശുനാഥ. മധുരമല്ല നീ വരുമ്പോഴൻ ആനന്ദം, വന്യമല്ല വാവായൻ യേശുനാഥ. ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം പ്രീത്വമേ
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശ്വസിക്കൂ യേശുവേ